ഇന്ന് നമ്മൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നാൽ SSLC പരീക്ഷയ്ക്കിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടാവും, നമ്മൾ ഒരു നരേറ്റീവ് എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്ന് പഠിക്കുകയാണ്. ഒരു മോഡൽ നരേറ്റീവ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ലെസനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് നൗ. ഇതൊരു മോഡൽ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാം. ഇത് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നൗ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഏത് ലെസൺ ആയാലും ഹൗ ടു റൈറ്റ് എ നരേറ്റീവ് എന്നുള്ള കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ ഓഫ് ഹൗ ടു റൈറ്റ് എ നരേറ്റീവ്. അപ്പോൾ ആദ്യമായിട്ട് വാട്ട് ഈസ് എ നരേറ്റീവ് എന്നുള്ള ഭാഗം നോക്കുക. എന്താണ് ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്? എന്താണ് ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്? എ നരേറ്റീവ് ഈസ് എ സ്പോക്കൺ ഓർ റിട്ടൺ അക്കൗണ്ട് ഓഫ് കണക്റ്റഡ് ഈവൻറ്റ്സ്. പരസ്പര ബന്ധിതമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു വിവരണമാണ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. അത് സ്പോക്കൺ ആവാം, ഒരാൾ മറ്റൊരാളോട് പറയുന്നതാവാം, ഓർ റിട്ടൺ പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യുന്ന പോലെ എഴുതുന്നതാവാം. ഇനി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പോലും നിങ്ങളൊരു കഥ എഴുതുന്നതാവാം. കണക്റ്റഡ് ഈവൻറ്റ്സുകളുടെ ഒരു വിവരണമാണ് അത്. It is a story or report of events, real or imaginary, presented in a sequence. അതൊരു കഥയാവാം, റിപ്പോർട്ട് ഓഫ് ഈവൻറ്റ്സ്, പത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള സംഭവങ്ങളുടെ വിവരണമാവാം. അത് റിയൽ ആവാം, ഇമാജിനറി ആവാം, നമ്മൾ സങ്കല്പിച്ചെഴുതുന്നതാവാം. പല കഥകളും സങ്കല്പിച്ചാണല്ലോ എഴുതുന്നത്. ബട്ട് പ്രസൻറ്റഡ് ഇൻ എ സീക്വൻസ്, ഒരു തുടർച്ച അതിന് ഉണ്ടായിരിക്കണം. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് കഥയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സംഭവങ്ങളാണെന്ന് പറഞ്ഞാൽ പോരാ. ഒരു തുടക്കം, ഒരു മധ്യഭാഗം, അതുപോലെ തന്നെ ഒരു അവസാനം, ഇങ്ങനെ. ആൻ ഇൻസിഡൻറ്റ് ഫ്രം ദ ടെക്സ്റ്റ് വിൽ ബി ഗിവൺ ഫോർ പ്രിപ്പയറിംഗ് ദ നരേറ്റീവ്. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ടെക്സ്റ്റിലെ ഏതെങ്കിലും സ്റ്റോറിയിലുള്ള ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം നിങ്ങൾക്ക് നൽകും. എന്തിന്? ഫോർ പ്രിപ്പയറിംഗ് ദ നരേറ്റീവ്. എന്നിട്ട് അതെന്തായിരിക്കാം? റീടെല്ലിംഗ് ദ സ്റ്റോറി, ആ കഥ ഒരിക്കൽ കൂടെ പറയുന്നതായിരിക്കാം. ഓർ ചേഞ്ചിങ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ നരേറ്റീവ്, ഈ നരേറ്റീവിൻ്റെ കാഴ്ചപ്പാട് മാറ്റുന്നതാവാം. ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ ഈ ഒരു കഥ തന്നെ പല വ്യക്തികളുടെ ആംഗിളിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുന്നതാവാം. ഇത്തരത്തിലാണ്. സോ എക്സെട്ര ക്യാൻ ബി ആസ്ക്ഡ് as questions. This question carries 5 to 7 score. അപ്പോൾ 5 മുതൽ 7 വരെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന SSLC പരീക്ഷാ പേപ്പറിലുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു റൈറ്റ് എ നരേറ്റീവ് ഓർ പ്രിപ്പയർ എ നരേറ്റീവ്. സാധാരണയായിട്ട് മിക്ക കുട്ടികളും ഈ ഭാഗം ഒഴിവാക്കിയിട്ട് അടുത്ത ഓപ്ഷൻ എടുക്കുകയാണ് പതിവ്. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും 10ാം ക്ലാസ്സിലെ എല്ലാ സ്റ്റോറികളും നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിൻ്റെ സമ്മറിയും കുറേ കുട്ടികൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. സമ്മറി അതേപടി എഴുതി വെച്ചാൽ നരേറ്റീവ് ആവില്ല. പിന്നെയോ നരേറ്റീവ്സിന് അതിൻ്റെതായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്താണ് എന്ന് ഓരോന്നായിട്ട് നമ്മൾ പരിശോധിക്കും. അതിനിടയ്ക്ക് നമ്മൾ മോഡൽ നരേറ്റീവിലേക്ക് ഇടയ്ക്കൊന്ന് കയറിയിട്ട് പോവും. സോ ആഫ്റ്റർ ദിസ്, ഈ എക്സ്പ്ലനേഷൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നരേറ്റീവ് എഴുതാനുള്ള ഒരു ടെൻഡൻസി കൂടും. ദെൻ യു വിൽ ഷുവർലി ട്രൈ ടു റൈറ്റ് നരേറ്റീവ്സ് ആൻഡ് you will score full marks in the coming SSLC exam. Wish you good luck. അപ്പം നോക്കൂ, നരേറ്റീവിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഥ എഴുതുക എന്ന് തന്നെ. കഥ പറയാറില്ലേ നമ്മൾ, പൊടിപ്പും തൊങ്ങലും വെച്ചൊക്കെ കഥ പറയില്ലേ, അതേപോലെ ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും തന്നിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി, തന്നിരിക്കുന്ന ഒരു എപ്പിസോഡിന് ഒരു ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ആ സംഭവത്തിലുള്ള റീകോൾ ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും ആ സംഭവങ്ങളെ നമ്മൾ മനസ്സിൽ ഓർക്കുക. ഇതാണ് ആദ്യമായിട്ട് കഥ എഴുതണമെങ്കിൽ വേണ്ടത്. കുറച്ച് സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം, നമ്മളതിനെ ഓർത്തെടുക്കണം. ഓർത്തെടുത്താൽ പോരാ. രണ്ടാമത്തെ പോയിന്റ്, ഓർഗനൈസ് ദ ഈവൻറ്റ്സ് ഇൻ സീക്വൻസ്. ഇതിനൊരു ക്രമാനുഗതമായിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ക്രമപ്പെടുത്തി വെക്കുക. മനസ്സിൽ സംഭവങ്ങൾ ഉണ്ടായാൽ പോരാ, ആ സംഭവങ്ങളെ ഒരു ക്രമപ്പെടുത്തണം. ദെൻ ഈ സംഭവം ഒരു കഥ, ഇപ്പോൾ കോബ്ര ആൻഡ് ദ മോംഗൂസ് എപ്പിസോഡ് ഓർ ഫൈറ്റിംഗ് എപ്പിസോഡ്, അങ്ങനെ ഒരു കഥയെക്കുറിച്ച് നമ്മൾ ആ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ, സോ തേർഡ് പോയിന്റ്, നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോബ്ര വരുന്നു, മോംഗൂസ് വരുന്നു, ഫൈറ്റിംഗ് നടക്കുന്നു, അവസാനം കോബ്രയെ മോംഗൂസ് കീഴടക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളാണ് എഴുതുന്നെങ്കിൽ പോലും യു ഹാവ് ടു ഡിസ്ക്രൈബ് ദ സെറ്റിംഗ്സ് ക്ലിയർലി. ഒരു കഥ പറഞ്ഞ് പൊലിപ്പിക്കണമെങ്കിൽ സെറ്റിംഗ്സ് വേണം. ദാറ്റ് മീൻസ് വേർ ഡസ് ഇറ്റ് ഹാപ്പൻ ആൻഡ് വെൻ ഡസ് ഇറ്റ് ഹാപ്പൻ. എവിടെ വെച്ചാണ് ഈ കഥ നടക്കുന്നത്, അത് എപ്പോഴാണ് കഥ നടക്കുന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തല വിവരണം വളരെ നന്നായിരിക്കും. ഒരു 1-2 വാചകങ്ങളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഫോർത്ത് പോയിന്റ് നോക്കുക. വാട്ട് ഈസ് ദാറ്റ്? പോർട്രേ ദ ക്യാരക്ടേഴ്സ് വെൽ. കഥാപാത്രങ്ങളെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുക. എന്താണ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പൊ കോബ്ര, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എടുക്കാം കോബ്ര ആൻഡ് ദ മോങ്കേഴ്സ്. അപ്പോൾ എങ്ങനത്തെ കോബ്രയാണ് എന്ന് പറയണം. അതുപോലെ തന്നെ ഏതുപോലെയുള്ള ഒരു മോങ്കേഴ്സ് ആണ് വന്നതെന്ന് പറയണം. എന്നാൽ മാത്രമേ കഥയ്ക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പൊ കഥാപാത്രങ്ങളെ കുറിച്ച് 2-3 സെന്റൻസുകൾ ഓരോ കഥാപാത്രത്തെയും കുറിച്ച് എങ്ങനെ, ഹൗ ടു ഡിസ്ക്രൈബ്. അപ്പൊ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. There was a cobra എന്ന് പറഞ്ഞ പോലെ there was a gigantic black cobra. It was ferocious എന്നൊക്കെ നമുക്ക് ആ കോബ്രയെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് കഥാപാത്രങ്ങളെ കുറിച്ചുള്ള വിവരണമായി, സെറ്റിങ്സ് ആയി, കാര്യങ്ങളെ ക്രമത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്, അതിനെ ക്രമപ്പെടുത്താനാവുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു കീപ് ആൻ ഇഫക്റ്റീവ് ഓപ്പണിംഗ് ആൻഡ് എൻഡിങ്. ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. വാട്ട് ഈസ് ദിസ്? കീപ് ആൻ ഇഫക്റ്റീവ് ഓപ്പണിംഗ് ആൻഡ് എൻഡിങ്. കഥയ്ക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു തുടക്കം വേണം, അതുപോലെ തന്നെ ഒരു എൻഡിങ്ങും വേണം. എന്താണ് ഫലപ്രദമായിട്ടുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഥ എഴുതുമ്പോൾ ഒരാളത് വായിക്കാൻ നിൽക്കണം. SLC പരീക്ഷയ്ക്ക് നിങ്ങളുടെ എക്സാമിനർ ഓർ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആള്, അദ്ദേഹം അത് വായിക്കണം. അപ്പം വായിക്കുന്ന ആൾക്ക് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള തുടക്കവും ഒടുക്കവും ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാം. ഞാൻ നമ്മുടെ മോഡൽ നോക്കുക. ഇതിൽ യെല്ലോ ഷെയ്ഡിൽ ബ്ലാക്ക് ലെറ്ററുള്ള ഭാഗം നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓപ്പണിംഗ്? ഡിയർ ഫ്രണ്ട്, I would like to tell you a very interesting episode from the story Adventures in a Banyan Tree. A boy of our age tells his wonderful experiences he witnessed when he was sitting in his favorite banyan tree. അപ്പോൾ ഒരു നല്ല തുടക്കമായി. അതുപോലെ തന്നെ ഒടുക്കം എങ്ങനെയാണ് വരുന്നത്? There ends this exciting episode. അപ്പോൾ ഒരു വിജയാഹ്ലാദത്തോടെ മൈനം പറന്നു പോകുന്നതാണ് അവസാനം. അവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ദ ബോയ്സ് നരേഷൻ ഈസ് എ വെരി റിയലിസ്റ്റിക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വൺ ദാറ്റ് ഈവൻ വി ഫീൽ ആസ് ഇഫ് വി ടു വിറ്റ്നസ്ഡ് ഇറ്റ്. നമുക്ക് തന്നെ തോന്നും ഈ കഥ നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല, എന്നാൽ കുട്ടിയുടെ നരേഷൻ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ പങ്കാളികളായിരുന്നോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇതിനാണ് പറയുന്നത് എന്ത്? അൻ ഇഫക്റ്റീവ് ഓപ്പണിംഗ്
ആൻഡ് എൻഡിങ്. അതുപോലെ അടുത്തത് നല്ല യൂസ് സെൻസസ് ഇമേജസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള ലെസണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹോട്ട് വാം ബ്രീസസ് ഓഫ് ദി ഹോട്ട് ഏപ്രിൽ. വാം ബ്രീസസ് ഇതേപോലെയുള്ള ചില ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് വരുത്തുന്നുണ്ട്. അതുപോലെ ചില ലെസണിൽ ധാരാളമായിട്ടുണ്ടാവും പ്രകൃതി ദൃശ്യങ്ങളെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് കഥാപാത്രങ്ങളുടെ മനസ്സിലിരിപ്പിന് അനുസരിച്ച് പ്രകൃതിയിലെ ദൃശ്യങ്ങൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ നല്ല നല്ല ഭാവനകൾ കൊണ്ടുവരാം. അങ്ങനെ ഇമേജസ് തീർക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ആഹ്ലാദ ശബ്ദത്തോടെ മൈന പറന്നു പോകുന്നു. ഒരു സെൻസസ് ഇമേജ് ആണത്. ആഹ്ലാദ ശബ്ദത്തോടെ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, അതൊരു സെൻസസ് ഇമേജ് ആണ്. ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലത് പെട്ടെന്ന് അത് ഈ കഥയെ ഭംഗിയിൽ നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ അത് സഹായിക്കുന്നു. ദെൻ നരേറ്റ് ദ ഇവന്റ്സ് അപ്രോപ്രിയേറ്റ്ലി കീപ്പിംഗ് ദ കോണ്ടെക്സ്റ്റ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളത് 2-3 എപ്പിസോഡുകളായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളോട് ചോദ്യം എന്താണ് ചോദിക്കുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഫൈറ്റിംഗ് എപ്പിസോഡ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മോങ്കോസ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. ആ കോണ്ടെക്സ്റ്റിനകത്തുള്ള ഇവൻറ്റ്സേ നമ്മൾ നരേറ്റ് ചെയ്യേണ്ടുള്ളൂ, കഥയായിട്ട് പറയേണ്ടുള്ളൂ. അത് സാധാരണയായിട്ട് കുട്ടികൾ കഥ മുഴുവൻ പഠിച്ചു പോവും. അതിൻ്റെ ഒരു സമ്മറി അവിടെ എഴുതി വയ്ക്കും. ഫലം എന്താണ്? ഒരു ശരാശരി മാർക്ക് കിട്ടും. അതിൻ്റെ അപ്പുറത്ത് A+ മാർക്കിലേക്ക് നെഗറ്റീവായിട്ട് അത് പോവില്ല. അപ്പോൾ അതിന് വ്യത്യാസം വരുത്തണം. മറ്റൊരു കാര്യം, നമ്മൾ കഥ എഴുതുമ്പോൾ ഒരേ തരത്തിൽപ്പെട്ട വാചക ഘടനകൾ പാടില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. വി ഹാവ് ടു ആസ്ക് സം ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. കഥാപാത്രങ്ങൾ തമ്മിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാവാം. ദെൻ കോട്ട് ചെയ്യേണ്ടി വരും, എവിടുന്നെങ്കിലും ഉദ്ധരണികൾ എടുത്തിട്ട്. ഓർ ദി കോൺവെർസേഷണൽ സ്റ്റൈൽ ആയിരിക്കണം, സംഭാഷണ ശൈലി ഉണ്ടാവും. ദെൻ സം ഇമ്പരേറ്റീവ് സ്റ്റൈൽസ്, പ്ലീസ് കം, ഡോണ്ട് ഗോ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഇമ്പരേറ്റീവ് സ്റ്റൈലിലുള്ള സെന്റൻസുകളാവാം. ദെൻ ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ സെന്റൻസുകൾക്ക് വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതുണ്ടാവാം, കഥാപാത്രങ്ങൾ പരസ്പരം ചോദിക്കുന്നതുണ്ടാവാം. ദെൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഉണ്ടാവാം. സോ വെറൈറ്റി ഓഫ് സെന്റൻസസ് അതിൽ യൂസ് ചെയ്യുക. നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ മിടുക്കന്മാരാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ചെക്ക് ദ എറേഴ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കും? നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയോ, നമ്മളുടെ എഴുത്ത് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ലൈക്ക് ചെക്കിങ് ആൻഡ് എഡിറ്റിംഗ് ദ ലാംഗ്വേജ്. അപ്രോപ്രിയേറ്റ്നെസ്, ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ലാംഗ്വേജ്. നമ്മൾ ഉപയോഗിച്ച ഭാഷ, ചില പദങ്ങൾ, ആ പദമല്ല വേണ്ടത്, കുറച്ചുകൂടെ നല്ല പദങ്ങൾ ഉപയോഗിച്ചുകൂടെ, ഏതെങ്കിലും വൊക്കാബുലറി ഒന്നുകൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള ഒരു നമ്മൾ എഴുതിയതിനെ തന്നെ നമ്മൾ തന്നെ ഒന്നുകൂടെ സെൽഫ് എഡിറ്റിംഗ് ഒരു പ്രോസസ്സ് നന്നായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഷുവർലി വി വിൽ ഹാവ് എ ഫൈൻ നരേറ്റീവ്. അപ്പോൾ ഒരു കഥ പൊടിപ്പും തങ്ങലും വെച്ച് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ നമ്മളൊരു കഥയെ ഫലപ്രദമായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കുന്നതിനാണ് നരേറ്റീവ് എന്ന് പറയുക എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു, അതല്ലേ? 7 മാർക്ക് കിട്ടാൻ ഗ്രേഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഗീവ്സ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നിങ്ങൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ഞാൻ കൊടുത്തിരിക്കുന്നത് ആൻ ഔസം ഫൈറ്റ് എന്നാണ്. ആൻ ഔസം ഫൈറ്റ്. അല്പം സംഭ്രാന്തിയും അല്പ വണ്ടറും അല്പ ക്യൂരിയസ്നെസ്സും ഒക്കെ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഔസം എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഔസം ഫൈറ്റ്. ഇതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് നിന്ന് കോണ്ടെക്സ്റ്റ് നിന്ന് മാറിപ്പോവാത്ത ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ദെൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സീക്വൻസ് ദ ഈവൻസ് പ്രോപ്പർലി.
സംഭവങ്ങളെ കഥയിൽ ആദ്യം നടക്കുന്ന കാര്യം, രണ്ടാമത് നടക്കുന്ന കാര്യം, മൂന്നാമത് നടക്കുന്ന കാര്യം, അവസാനം നടക്കുന്ന കാര്യം, നടുക്ക് നടക്കുന്ന കാര്യം ആദ്യം ഇടരുത്, ആദ്യം നടക്കുന്ന കാര്യം നടുക്കിടാൻ പാടില്ല. സോ ഒരു കഥ വായിക്കുമ്പോൾ അതിനൊരു സീക്വൻഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യണം. അതിനാണ് പറയുന്നത് സീക്വൻസ് ദ ഈവൻറ്റ്സ് പ്രോപ്പർലി. കുട്ടി മരത്തിലിരിക്കുകയാണ്. മരത്തിലിരിക്കുമ്പോൾ ഒരു ഏപ്രിൽ ആഫ്റ്റർനൂണിന് അവൻ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആദ്യം കാണുന്ന ആരെയാണ്, ആദ്യം കാണുന്ന കോബ്രയുടെ സ്വഭാവം എന്താണ്, അതേക്കുറിച്ച് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്ന ഒരു മോങ്കൂസ് വരുന്നു, അതിൻ്റെ സ്വഭാവം എന്താണ്. സോ സച്ച് എ വേ ആൻഡ് എക്സ്പ്രസ് ദ മെസ്സേജ് പ്രോപ്പർലി. അപ്പോൾ എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ആ കഥയിലൂടെ നമ്മളതിൻ്റെ മെസ്സേജ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കും. സോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല. നമുക്ക് ഒരു കഥ എഴുതുക എന്നുള്ളതാണ്, നല്ലൊരു കഥ എഴുതുക എന്നുള്ളതാണ് ഒരു നെറേറ്റീവിൻ്റെ മെസ്സേജായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. അതിൽ നിന്ന് മോറൽ മെസ്സേജുകളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. സോ സ്റ്റോറിയിലൂടെ ഭംഗിയായിട്ട് കടന്നു പോവുക, തന്നിരിക്കുന്ന ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകുക. യു എക്സ്പ്രസ് ദ മെസ്സേജ് പ്രോപ്പർലി. പിന്നെ എന്താണ്, യൂസ് എ സ്യൂട്ടബിൾ വൊക്കാബുലറി ആൻഡ് സെന്റൻസ് വെറൈറ്റീസ്. നിങ്ങൾ അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത സെന്റൻസുകൾ ഉപയോഗിക്കണം. സെന്റൻസ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫിന്റെ പ്രയോഗം ഉണ്ടാവും, അൺലെസിന്റെ പ്രയോഗം ഉണ്ടാവാം, അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സെന്റൻസ് പാറ്റേൺ ഉപയോഗിക്കാം. അതുപോലെ ഗ്രാമാറ്റിക്കൽ ഘടനകൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഉപയോഗിച്ച് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇംപെരേറ്റീവ്സ്, എക്സ്ക്ലമേറ്ററി, ഇങ്ങനെയുള്ള സെന്റൻസ് പാറ്റേണുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആലങ്കാരികമായ ഭാഷകൾ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞില്ലേ സെൻസസ് ഇമേജ് എന്ന് പറയുന്നില്ലേ, അവിടെ നമ്മൾ ഫിഗറേറ്റീവ് ആയിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കാം. എന്താണ്, ഫോർ എക്സാമ്പിൾ മൈന വിജയാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പറന്നുപോയി. അതൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. മൈനയ്ക്ക് അത് അങ്ങനെയാണോ അത് പറന്നു പോയതെന്ന് നമുക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് എ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ ആലങ്കാരികമായ ഭാഷ നമുക്ക് ഉപയോഗിക്കാനാവും. ദെൻ പ്രൊവൈഡ് എ പ്രോപ്പർ ബിഗിനിങ് ആൻഡ് എൻഡിങ്. നല്ലൊരു തുടക്കവും നല്ലൊരു ഒടുക്കവും നൽകുക. എത്രയായി കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ നെറേറ്റീവ്. അപ്പം നല്ലൊരു നെറേറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന SSLC പരീക്ഷയ്ക്ക് കഴിയട്ടെ. ഇനി നിങ്ങൾക്ക് ഈ മോഡൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കോപ്പി ചെയ്യുകയോ വായിച്ചെടുക്കുകയോ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകളിലൂടെ കടന്നു പോവുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ നൽകുക. അപ്പോൾ എനിക്ക് അടുത്ത ഒരു നെറേറ്റീവ് കുറച്ചുകൂടെ സിമ്പിളായിട്ടും ഭംഗിയായിട്ടും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കഴിയും. സോ വിഷ് യു എ വെരി ഫൈൻ ഡേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ